പ്രണയശലഭം പാർട്ട് 24. നീലി ഭാമയുടെയും പാർവണയുടെയും അടുത്തേക്ക് പോയി. എവിടെയായിരുന്നു നീ? നീലി വിവേക് വന്നതും വള നൽകിയതും പോയതും എല്ലാം അവരോട് ആംഗ്യം കാണിച്ചു. ഓഹോ, എന്നിട്ട് അവനെ ഞങ്ങളാരും കണ്ടില്ലല്ലോ. ഞങ്ങൾക്ക് വളയും വാങ്ങി തന്നില്ലല്ലോ. അവനെ ഒന്ന് കാണണം എനിക്ക്. ഭാമ അല്പം കുശുമ്പോടെ പറഞ്ഞതു. മോളെ നീലി, വിവേകിനെന്താ നിന്നോട് ഇത്ര സ്നേഹം? ഇനി വല്ല പ്രേമവും കാണുമോ? പാർവണ അത് പറഞ്ഞതും അത് കേട്ട നീലി അങ്ങനെയൊന്നുമില്ലെന്ന് തലയാട്ടി. ഓ, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ വേണ്ട. ഞാനൊരു സംശയം പറഞ്ഞതാണേ. ഇത്ര ദൂരം വന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്കൊന്നും വന്നില്ലല്ലോ എന്ന്. എന്താണ്, 3 പേരും ഇവിടെ കൂട്ടച്ചിരിയൊക്കെയാണല്ലോ. അരിയുടെ കൂടെ തന്നെ കുട്ടേട്ടനും സഞ്ജിത്തും സ്നേഹയും ഉണ്ടായിരുന്നു. അവരെ കണ്ടതും നീലി ചുറ്റും നോക്കി. അവരുടെ കൂട്ടത്തിലും ശ്രീകാന്ത് ഇല്ലാത്തത് അവളെ ഒരുപാട് വേദനിപ്പിച്ചു. എന്താ നീലി, നിന്റെ മുഖത്തിന് അത്ര തെളിച്ചമില്ലല്ലോ? സഞ്ജു അത് ചോദിച്ചതും വേറെന്താ, അവളുടെ ഭാവി കെട്ടിയോനെ ഈ വൈക്ക് കണ്ടിട്ടില്ലല്ലോ, അതാണ് പ്രശ്നം. ഭാമ അല്പം പുച്ഛത്തിലും ദേഷ്യത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. അവൻ ഇവിടേക്ക് വന്നില്ലേ? ഓ, അവൻ നീലിക്ക് വേണ്ടി കുപ്പിവളകളെല്ലാം മേടിച്ചു വരുന്നത് കണ്ടിരുന്നല്ലോ. ഹരി പറയുന്നത് കേട്ടതും നീലിയുടെ കണ്ണുകളെല്ലാം വിടർന്നു. അവൾക്ക് വേണ്ടി എന്ന ആ വാക്കുകൾ അവളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. എന്നിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ? ഭാമ വീണ്ടും ഗൗരവത്തിൽ ചോദിച്ചു. അവൻ എങ്ങനെ ഇവിടെ ഉണ്ടാകാനാ? കെട്ടാൻ പോകുന്ന പെണ്ണിന് വേറെ വല്ല ചുറ്റിക്കളിയും ഉണ്ടെന്നറിയുമ്പോ സ്വാഭാവികം അവന്റെ മനസ്സ് തകരില്ലേ? അങ്ങോട്ട് അമ്മായിമാര് വന്നുകൊണ്ട് പറഞ്ഞതും അവരെല്ലാം എന്ത് എന്ന പോലെ പരസ്പരം നോക്കി. നീലി ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കി. എന്തൊക്കെയാ അമ്മായി നിങ്ങൾ ഈ പറയുന്നേ? ഭാമ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. ഓ, ഇവളുടെ കൂട്ടുകാരിയായ നിനക്കത് അറിയാതിരിക്കില്ലല്ലോ. ഓ, മിണ്ടാപ്പൂച്ച കണ്ണുമടച്ച് പാല് കുടിച്ച ഞങ്ങൾ ആരും അറിയില്ല എന്നാണ് വിചാരം. നീലിയെ നോക്കി ഒന്ന് പരിഹസിച്ചുകൊണ്ട് അമ്മായി വീണ്ടും പറഞ്ഞു. അമ്മേ, എന്താ നിങ്ങൾ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? സഞ്ജിത്ത് ദേഷ്യത്തിൽ ചോദിച്ചതും. ഓ, പിന്നെ ഞാൻ പറഞ്ഞതാണോ കുറ്റം? അല്ലാതെ ഇവൾ ചെയ്തതല്ല അല്ലേ? ഇവൾ അവിടെ ആരോടോ കൊഞ്ചി നിൽക്കുന്നതും അവൾക്ക് വള നൽകുന്നതെല്ലാം ഞങ്ങൾ കണ്ടതാ. അമ്മായി പറയുന്നത് കേട്ടതും ഇവർ പരസ്പരം നോക്കി. നീലി നിസ്സഹായ അവസ്ഥയോടെ ഭാമയെ നോക്കി. ഇവരെന്താ ഈ പറയുന്നത് നീലി? ഹരി നല്ല മയത്തോടെ അവരോട് ചോദിച്ചതും. ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്, 2 കൊടുത്തിട്ട് ചോദിക്ക്. തന്തയെ പോലെ എത്ര എണ്ണം ഒപ്പം കൊണ്ട് നടക്കുന്നുണ്ടെന്ന്. 10 ഗുണം 10 ഗുണം എന്നാണല്ലോ. നീലിക്ക് അത് കേട്ട് കണ്ണെല്ലാം നിറഞ്ഞു. നീലി കൈക്കൊണ്ട് അവൾ ഒന്നും ചെയ്തില്ലെന്ന് ആംഗ്യം കാണിച്ചു. വേദനയോടെ ആംഗ്യം കാണിക്കുന്ന അവളുടെ മുഖം കണ്ടിട്ടും അവർ പുച്ഛിച്ചു. അപ്പോഴേക്കും കുറച്ചാളുകളെല്ലാം അവിടെ കൂടാൻ തുടങ്ങിയിരുന്നു. നിന്റെ ആംഗ്യം കാണിക്കലൊന്നും ഇങ്ങോട്ട് വേണ്ട. നിന്റെ പൂക്കണ്ണീർ കണ്ടാലൊന്നും ഞങ്ങൾ വീയില്ല. അമ്മായി വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞതും. അമ്മേ, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? കുട്ടിയുടെ ദേഷ്യത്തിൽ പറഞ്ഞു. അതെ, ഞങ്ങൾ ചോദിച്ചു നോക്കിക്കോളാം. നിങ്ങളത് വളച്ചൊടിച്ച് പുതിയ കഥകൾ മെനിയാൻ നിൽക്കണ്ട. സഞ്ജുവും ദേഷ്യത്തിലായിരുന്നു അതിനുത്തരം നൽകിയത്. ഓ, ഞങ്ങൾ കണ്ട കാര്യമല്ലേ പറഞ്ഞതുള്ളൂ. അമ്മായി വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു. നിങ്ങൾ എന്ത് കണ്ടു എന്നാ? അവൾക്ക് വള സമ്മാനിച്ചു എന്നത് നേര് തന്നെയാണ്. വേറെ ആരുമല്ല, വിവേക്. ഞങ്ങളുടെ കോളേജ് കൂട്ടുകാരനാണ്. അല്ലാതെ അതിൽ വേറെ ഉദ്ദേശമൊന്നുമില്ല. ഭാമ ദേഷ്യത്തോടെ പറഞ്ഞതു. ഇങ്ങോട്ട് ചാടാതെ പെണ്ണെ, എന്ത് കൂട്ടുകാരനെന്ന്? പിന്നെ അവന്റെ ഭാവം കണ്ടാൽ അറിഞ്ഞൂടെ കൂട്ടുകാരനാണോ കാമുകനാണോ എന്ന്? അമ്മായി വീണ്ടും ദേഷ്യത്ത് പറഞ്ഞതു. നിങ്ങളെന്താ മുഖം നോക്കി ലക്ഷണം കണ്ടുപിടിക്കുന്ന ആളെങ്ങാനുമാണോ? പാർവണ ദേഷ്യത്തിനും പുച്ഛത്തിനും ചോദിച്ചു. ഡി, ഇത് ഞങ്ങൾ കുടുംബത്തിലുള്ളവർ സംസാരിക്കുന്നത്, അതിൽ നീ ഇടപെടാൻ നിൽക്കണ്ട. അമ്മായി പാർവണക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞതു. നിങ്ങളുടെ ഈ കുടുംബത്തിൽപ്പെട്ടതല്ലെങ്കിലും ഞാനും കുടുംബത്തിൽ പിറന്നതാ. പിന്നെ നീലി എന്റെ കൂട്ടുകാരിയാണ്. അവളെയാണ് നിങ്ങൾ പറയുന്നത്. അത് ഞാൻ ചോദിക്കും. പാർവണയും ദേഷ്യത്തിൽ പറഞ്ഞതും. പാർവണ, മിണ്ടാതെ നിൽക്ക്. പാർവണയുടെ സംസാരം കേട്ട് സ്നേഹ ഭയത്തോടെ പറഞ്ഞതും. അത് കേട്ടതും പാർവണ സ്നേഹയെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി കയ്യും കെട്ടി മുഖം വീർപ്പിച്ചു നിന്നു. അമ്മായി, നീലി എങ്ങനെയുള്ള കുട്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം. വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ഹരി അല്പം സമാധാനത്തോടെ പറഞ്ഞു. അതെ, വന്നത് കൂട്ടുകാരനാണെന്ന് പറഞ്ഞില്ലേ? ഇനി ആർക്കാണ് പ്രശ്നം ഇവിടെ? അത് ഞങ്ങൾക്ക് വിശ്വാസമായിട്ടില്ലെങ്കിലോ? അമ്മായി വീണ്ടും തുടങ്ങിയതും. ഇല്ലെങ്കിൽ വിശ്വസിക്കണ്ട, അത്ര തന്നെ. നിങ്ങളുടെ വിശ്വാസം ഇവൾക്ക് ആവശ്യമില്ല. നീലി ഒന്നും പറയില്ലെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എന്തുമാകാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് ഇവിടെ നിർത്താം. ഭാമ വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞതു.
ഡീ, ഞാൻ നിന്റെ അമ്മായിയാണ്, ആ ബോധം വേണം നിനക്ക്. അമ്മായി ദേഷ്യത്തോടെ ബാമക്ക് നേരെ തിരിഞ്ഞതും, ആ ബഹുമാനം നൽകാനുള്ള വാക്കുകൾ നിങ്ങളും കാണിക്കണം അമ്മേ, സഞ്ജിത്ത് ഗൗരവത്ത് പറഞ്ഞു. കൂടെ ഇവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നു, ഈ സംസാരം ഇവിടെ നിർത്താം. ഇതിന്റെ ഒരു ആവശ്യവും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീല ഇതൊക്കെ കേട്ട് നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നീ എന്താണ് നിനക്കറിയും. അത് ആരെയും ബോധിപ്പിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നീ വാ. സങ്കടത്തോടെ നിൽക്കുന്ന നീലിയുടെ കൈ പിടിച്ച് കുട്ടേട്ടൻ മുന്നോട്ട് നടന്നു. കൂടെ തന്നെ അവരെല്ലാം അമ്മായിമാരെ പുച്ഛിച്ചു കൊണ്ടുപോയി. ഇതേ സമയം ശ്രീകാന്ത് തലവേദന സഹിക്കാനാവാതെ തലക്ക് കൈവെച്ച് അവനിരുന്നു. അതോടൊപ്പം കണ്ണുകളും നിറയുന്നുണ്ട്. ഇടയ്ക്ക് തലവേദന ഒന്ന് കുറഞ്ഞതും മൂക്കിൽ നിന്നും വരുന്ന രക്തം അവൻ തുടച്ചു മാറ്റി. നീലിയെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല, പക്ഷേ കൂടെ ജീവിക്കാനും എനിക്ക് കഴിയില്ല. അറിഞ്ഞുകൊണ്ട് അവളെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഓരോന്ന് പിറുപിറുക്കുമ്പോഴും അവൻ്റെ ഹൃദയം വിങ്ങുമായിരുന്നു. ശ്രീകാന്ത് ഓരോന്നാലോചിച്ച് തലക്ക് കയ്യും വെച്ചിരിക്കുമ്പോഴാണ് അവന് സഹിക്കാൻ കഴിയാത്ത വേദന വീണ്ടും വരുന്നത്. അത് സഹിക്കാനാവാതെ അവൻ കിടക്കയിൽ കിടന്ന് വേദന കൊണ്ട് പുളഞ്ഞു. അപ്പോഴാണ് വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടിട്ടും അവന് ആ വേദനയിൽ ഒന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. ശ്രീ, നീലിയാണ്, ആ വാതിലൊന്ന് തുറക്ക്. കൂട്ടേട്ടൻ്റെ ശബ്ദമെല്ലാം അവൻ കേൾക്കുന്നുണ്ടെങ്കിലും ആ വേദനയിൽ അവനൊന്നും പറയാൻ സാധിക്കുന്നില്ലായിരുന്നു. ഒന്ന് എണീക്കാൻ പോലും അവൻ ഒരുപാട് ബുദ്ധിമുട്ടി. വാതിൽ വീണ്ടും വീണ്ടും മുട്ടുന്ന ശബ്ദം അവിടെ കേട്ടുകൊണ്ടേയിരുന്നു. നീലി വീണ്ടും വേദനയോടെ ആ വാതിലേക്ക് ഒന്ന് നോക്കി തിരിഞ്ഞു നടന്നു. നീലി, നീ വിഷമിക്കാതെ, അവൻ ഉറങ്ങിക്കാണും. നീ വീട്ടിലേക്ക് നടക്ക്, നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവിടാം. ശ്രീകാന്തിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നതായിരുന്നു കുട്ടനും സഞ്ജിത്തും കൂടെ നീലിമയും. നീലി ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ നടക്കുന്നത് രണ്ടുപേരും പരസ്പരം നോക്കി. എൻ്റെ പൊന്നു നീലി, നീ ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ പോലെ സങ്കടപ്പെട്ടാലോ? നീ എപ്പോഴും സ്ട്രോങ് ആയി നിൽക്കണം. ഒന്നില്ലെങ്കിലും നിനക്ക് ഇത്ര തടിയും വണ്ണമുള്ള ചേട്ടന്മാരില്ലേ? കുട്ടേട്ടൻ അത് ചോദിച്ചതും, അയ്യോ ദേവി, ഇതാണോ തടിയും വണ്ണവും? എന്നെ മാത്രമാണെങ്കിൽ ശരിയാ, ഇതിൻ്റെ ബോഡി കണ്ടാൽ ആരെങ്കിലും അങ്ങനെ പറയുമോ? സഞ്ജിത്ത് കുട്ടേട്ടനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും, മോനെ സഞ്ജിത്തേ, നീ കളിയാക്കല്ലേ. എന്തിനാണ് നീ ഇങ്ങനെ സിക്സ് പാക്കും ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. പക്ഷെ പാവം, അവളിപ്പോൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. നിനക്ക് അങ്ങനെ വേണം. പാവം ആ ബാമ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? കുട്ടിയാണ് പോലും, ഇപ്പോൾ നിന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ലല്ലോ. സഞ്ജുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞ് കുട്ടേട്ടൻ സഞ്ജുവിനെ നോക്കുമ്പോഴാണ് അത്ഭുതത്തോടെ നോക്കുന്ന നീലിയെ കാണുന്നത്. അവളുടെ ആ നോട്ടം കണ്ടതും സഞ്ജു നിളിച്ചു. നീലി കൈക്കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട്, ബാമയെ ഇഷ്ടമാണോ ചേട്ടന് എന്ന് ചോദിച്ചതും, ആണോ എന്നോ? ഇവൻ മസിലും പിടിച്ചു നടക്കുവല്ലേ, ഇതൊക്കെ എന്ന് നടക്കാനാ? ഇവനായിട്ട് പ്രണയം പറയുന്നില്ല. അവൾക്കാണെങ്കിലോ ഇവനെ കാണുമ്പോൾ വായിക്കിടാൻ വായി നോക്കുകയാണ് പണി. കുട്ടേട്ടൻ അത് പറഞ്ഞതും, ഒന്ന് പോടാ, ഞാനും എൻ്റെ ബാമയും സെറ്റാവും ഇല്ലേ നീലി? അത് കേട്ടതും നീലി ഒന്ന് ചിരിച്ചു. അത് കണ്ടപ്പോൾ തന്നെ അവരും ഹാപ്പിയായിരുന്നു. അങ്ങനെ ഓരോന്ന് സംസാരിച്ച് വന്നപ്പോഴേക്കും വീടും എത്തിയിരുന്നു. ഇന്ന് അമ്മായിമാർ പറഞ്ഞതോർത്ത് സങ്കടപ്പെടേണ്ട, വൈകുന്നേരമായില്ലേ, വേഗം കയറി കിടന്നോ. നിന്റെ മുത്തശ്ശി ഉണ്ടാവും അവിടെ, ബാക്കിയുള്ളവരെല്ലാം രാത്രിയാവും വരിക. സഞ്ജു പറയുന്നതിന് അവൾ തലയാട്ടി. ഞങ്ങൾ പെട്ടെന്ന് പോകാൻ നോക്കട്ടെ, മുത്തശ്ശിയെ കാണാനൊന്നും നിൽക്കുന്നില്ല. കുട്ടേട്ടൻ പറയുന്നതിനും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. അവർ അവൾക്കൊരു പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞ് തിരിച്ചു. ശ്രീകാന്ത് ഇതെന്ത് വിചാരിച്ചിട്ടാണ്? നല്ല ദേഷ്യത്തിലായിരുന്നു രണ്ടുപേരും. അറിയില്ല, നീലി പാവം ഒരുപാട് വേദനിച്ച കുട്ടിയാ. ഇവൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ആ മുറി ഇതുപോലെ തുറക്കാത്ത സ്വഭാവം ഇതുവരെ മാറ്റിയിട്ടില്ല. അതൊന്ന് മാറ്റിക്കൊടുക്കണം. കുറേയായി ഞാൻ ക്ഷമിക്കുന്നു. സഞ്ജിത്ത് നല്ല ദേഷ്യത്തിൽ പറഞ്ഞതും നീലിയുടെ മുഖം ഓർക്കുമ്പോൾ തന്നെ സങ്കടം തോന്നുക. പെട്ടെന്ന് തീരുമാനിച്ചതാണ് വിവാഹം എന്നത് ശരിയാ, പക്ഷേ ഒരുപാട് ആകാംക്ഷയെല്ലാം കാണില്ലേ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ? നീലിയുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ആ നിഷ്കളങ്കത കാണുമ്പോൾ ഏറെ സങ്കടം. ശ്രീകാന്തിൻ്റെ ഉള്ളിൽ ഇന്നും ആ പഴയ ചിന്തകളൊന്നും ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ലേ എന്തോ. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ നമ്മുടെ ഫാമിലി ഇപ്പോഴും അവനെ കുറ്റപ്പെടുത്തുകയാണ്. അതും പറഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ശ്രീകാന്ത് ധൃതിയിൽ കാറും എടുത്ത് പോകുന്നതാണ് അവർ കാണുന്നത്. ഓ, ഇവൻ ഇത്ര പെട്ടെന്ന് പോകുകയും ചെയ്തോ? ഇതുവരെ ഒന്ന് വിളിച്ചപ്പോൾ വാതിൽ തുറക്കാൻ അവനക്ക് വയ്യ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. അവൻ തിരിച്ചു വരട്ടെ, ഹരിയെ കൂടെ വിളിക്ക്. തുടരും.